ഇന്ന് നമ്മൾ കണ്ടിന്യൂറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. കണ്ടിന്യൂറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ് കേട്ടോ ഞാൻ. ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഇപ്പോൾ സപ്പോസ് ഇങ്ങനൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. സേ y = f(x) ആണ് ഫംഗ്ഷൻ. അതായത് y = x² എന്നോ y = sin x എന്നോ അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷനാണെന്ന് വിചാരിച്ചാൽ മതി. ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പോയിന്റിൽ അവസാനിച്ചു. ഇതിനിടയ്ക്ക് ഗ്രാഫ് കണ്ടിന്യൂസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ? ഇതിനിടയ്ക്ക് ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്, ബ്രേക്ക് വന്നിട്ടില്ല. അതേസമയം ഡിസ്കണ്ടിന്യൂസ് ആവുന്ന ഒരു ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം. ഡിസ്കണ്ടിന്യൂസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വെച്ചിട്ട് ബ്രേക്കായി, എന്നിട്ട് വേറൊരു സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഈ പോയിന്റിൽ എന്താണ്, അവിടെ ഒരു ബ്രേക്ക് വന്നെന്ന് പറയാം. സപ്പോസ് ഇത് എന്തെങ്കിലും ഒരു പോയിന്റ് എ ആണെന്ന് കരുത്. അപ്പോൾ നമുക്ക് ഇത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇത് എല്ലാ സ്ഥലങ്ങളിലും കണ്ടിന്യൂസ് ആണ്, എയിലും കണ്ടിന്യൂസ് ആണെന്ന് പറയാം അല്ലേ? എ എന്ന് പറഞ്ഞ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. എയിൽ മാത്രമല്ല, ഇവിടം മുതൽ ഇവിടം വരെ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതാണ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. അപ്പോൾ ആദ്യം പറഞ്ഞ ആൾ എയിൽ കണ്ടിന്യൂസ് ആണ്, രണ്ടാമത്തെ ആൾ എയിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലേ? അപ്പോൾ നമുക്കിത് ലിമിറ്റിൻ്റെ ലാംഗ്വേജിൽ നമുക്കിത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ ഡെഫിനിഷൻ ഒന്ന് എഴുതട്ടെ. അപ്പോൾ ആദ്യത്തത് കണ്ടിന്യൂസ് അറ്റ് x = a ആണല്ലേ? ആണല്ലോ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ, ഫംഗ്ഷൻ എയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഇതാണ്. അത് ബൈ ഹാർട്ടാക്കുക. ഇത് എഴുതി കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് വന്നതും കൂടി പറഞ്ഞുതരാം. ഞാൻ അത് ആദ്യം ഒന്ന് എഴുതട്ടെ. ഒരു ഫംഗ്ഷൻ എയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a - f(x) ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a + f(x) ഈസ് ഈക്വൽ ടു f(a) ആയിരിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഇതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ a- ഉം a+ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ് ഈ a-? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ a എന്ന് പറഞ്ഞ നമ്പറാണല്ലോ ഇത് അല്ലേ? ശരിയല്ലേ? a എന്ന് പറഞ്ഞ നമ്പറാണ് ഈ കാണുന്നത്. എനേക്കാളും ജസ്റ്റ് ഒരു പൊടിക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു നമ്പറിനെ പറയുന്ന പേരാണ് a-. ഇപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് എഴുതുന്നേ ഉള്ളൂ. പക്ഷേ a- ഉം എയും അപ്രോക്സിമേറ്റ്ലി സെയിം തന്നെയാണ്. അപ്പോൾ a- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ സ്ലൈറ്റ്ലി ലെസ് ദാൻ a, അത്രയേ ഉള്ളൂ അർത്ഥം. ഉദാഹരണത്തിന് 3- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ സ്ലൈറ്റ്ലി ലെസ് ദാൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് 2.999 എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും വേണമെങ്കിൽ അല്ലേ? അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് വളരെ സ്മോളാണ്. അപ്രോക്സിമേറ്റ്ലി ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പോൾ a- എന്ന് പറഞ്ഞ നമ്പർ മനസ്സിലായല്ലോ. ഇതേപോലെ വേറൊരാളും കൂടിയുണ്ട് a+. a+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് ഒരു പൊടിക്ക് റൈറ്റ് സൈഡിൽ വരുന്ന നമ്പറാണ് a+. a+ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പൊടിക്ക് റൈറ്റ് സൈഡിൽ. ഉദാഹരണത്തിന് ഇപ്പോൾ 3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-നേക്കാൾ ഒരു പൊടിക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ 3.0000 അങ്ങനെ ആയിട്ട് എടുക്കാം. ഈ മൂന്ന് നമ്പറും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്യാപ്പ് കാണിച്ചെന്നുള്ളൂ. അങ്ങനത്തെ ഗ്യാപ്പ് വളരെ ചെറിയൊരു ഗ്യാപ്പാണ്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ a- ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റാണ്. ശരിയല്ലേ? a- ഫംഗ്ഷൻ്റെ വാല്യൂ ഈ ഹൈറ്റാണ്. a+ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റാണ്. ആണല്ലോ? എയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്. ഈ മൂന്ന് ഹൈറ്റും ഓൾമോസ്റ്റ് സെയിം ആണ് അല്ലേ? ശരിയല്ലേ? ഈ ഗ്യാപ്പ് വളരെ ചെറുതാണ് കേട്ടോ. വളരെ ചെറുതാണ്. ഞാനിപ്പോൾ സ്വല്പം ഗ്യാപ്പ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ a- ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് a+ ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ, അത് തന്നെയാണ് a ആകുമ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ എയിൽ ബ്രേക്ക് ഇല്ലെങ്കിൽ ഈ മൂന്നാൾക്കാർ സെയിം ആണ്. a- ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഹൈറ്റ്, അത് തന്നെയാണ് a+ ആകുമ്പോൾ ഉള്ള ഫംഗ്ഷൻ്റെ വാല്യൂ, അത് തന്നെയാണ് എക്സാക്ട്ലി a ആകുമ്പോൾ ഉള്ള ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ എയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ
ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കും. ഇതിലേതെങ്കിലും ഈക്വൽ ആവാതെ വന്നു കഴിഞ്ഞാൽ അത് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ പിക്ചർ ഡിസ്കണ്ടിന്യൂസ് ആവാനുള്ള കാരണം ഇത് കണ്ടാൽ അറിയാം. ഇപ്പോൾ എ മൈനസ് ഇവിടെയാണല്ലോ കിടക്കുന്നത്, എ പ്ലസ് ഇവിടെയാണല്ലോ കിടക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം എ മൈനസിൽ വരുന്ന ഹൈറ്റും എ പ്ലസിൽ വരുന്ന ഹൈറ്റും ഒരിക്കലും സെയിം അല്ല എന്ന് കണ്ടാൽ അറിയാം അല്ലേ. അപ്പോൾ ഈ മൂന്നെണ്ണവും സെയിം ആവണം. അപ്പോൾ ഇതിൽ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആവാതെ വന്നാൽ ഡിസ്കണ്ടിന്യൂസ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് ബൈ ഹാർട്ടാക്കി വെക്കുക. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ് ഇത്. ഓക്കെ.